Honey, we got a moon that's full and a dance floor made of grass. Your blue eyes make me wanna make this evening last. Put on an old song, put on that new dress. Tomorrow's coming, but it ain't here yet. We got stars outside, just you and I got this feeling rising through the ceiling, singing, ooh, ooh, darling, you got me feeling alright. Let me show you I was made to hold you. So lose your shoes and dance with me, dance with me, dance with me tonight. Dance with me tonight. We can just forget the deadlines, leave them in the 9 to 5. Let's not waste a night like this, let's hold on tight. We got stars outside and it feels just right. I got this feeling rising through the ceiling, singing, ooh, ooh, darling, you got me feeling alright. Let me show you I was made to hold you. So lose your shoes and dance with me, dance with me, dance with me tonight. Dance with me tonight. My heart beats fast when we're moving slow. Just one touch sends me out of control. Whatever you do, baby, don't let go. Just don't let go. I got this feeling rising through the ceiling, singing, ooh, ooh, darling, you got me feeling alright. Let me show you I was made to hold you. So lose your shoes and dance with me. Oh, I got this feeling rising through the ceiling, singing, ooh, ooh, darling, you got me feeling alright. Yeah, let me show you I was made to hold you. So lose your shoes and dance with me, dance with me, dance with me tonight. Dance with me tonight. Ooh, dance with me tonight. Dance with me tonight. എനിക്കായി ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ നന്ദിയോടെ നിനക്ക് നന്ദി അർപ്പിക്കുക. നന്ദി വലിയ അവസരം മക്കളെ ഞങ്ങൾക്ക് നീ തരുന്ന കുടുംബ ബന്ധങ്ങൾക്കായും കർമ്മങ്ങൾക്കായും അവർക്ക് നൽകുന്ന കുടുംബബന്ധങ്ങൾക്കായും കർത്താവെ, ഞങ്ങളെ ഈ ലോകത്തിൽ നീ ആക്കി വയ്ക്കുകയും ഞങ്ങൾക്ക് ആവശ്യമായ നന്മകൾ ആവശ്യമായ സമയത്ത് പ്രകടിപ്പിക്കുകയും ചെയ്തു. സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും കരുതുവാനും കരുതപ്പെടുവാനും പഠിക്കുവാനും കൊടുക്കുവാനും ഒക്കെ നീ ഞങ്ങൾക്ക് തരുന്ന നല്ല കുടുംബബന്ധങ്ങൾക്ക് നമസ്കാരം. ദൈവമേ, നീ ഞങ്ങൾ ഒരുമിച്ച് സ്ഥലത്തേക്ക് എടുത്തതുപോലെ പ്രിയപ്പെട്ട ഓർക്കുന്ന പിതാവിനെ മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കരുതലിൽ നീ വഴി നടത്തുന്നതിന് പരിപാലിക്കുന്നതിന് നമസ്കാരം. ആരോഗ്യം ബലവും സൗഖ്യവും നൽകി
ഇതിന് നന്ദി. എല്ലായിടത്തും നിന്റെ കൃപയുണ്ടല്ലോ, അതിനായി സ്തോത്രം. കർത്താവേ, തലമുറകളെ നൽകി നമ്മളെ സഭയുടെ ശുശ്രൂഷയ്ക്കായി കർത്താവെ ഹരിയനോട് ചേർന്ന് കുടുംബജീവിതം നയിക്കാനാണ് നമ്മളെ സഹായിക്കുന്നു. അതിൽ നിന്റെ സാന്നിധ്യമുണ്ടല്ലോ, അവരായിരിക്കുന്നവർക്ക് കാത്തുകൊള്ളണം. ഓർക്കുന്നു ഇന്നുമാൻ ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, ജന്മം മുതൽ ഇന്ന് വരെ കാപ്പുന്ന സ്തോത്രം. നിന്റെ കൃപയിൽ വലുതടക്കുന്നതിനുണ്ട് പഠനത്തിൽ ജീവിതത്തിലൊക്കെ പോയിരുന്നു. കർത്താവെ, ക്രിസ്തീയ കുടുംബ ജീവിതത്തിൽ വളരുവാൻ, കുടുംബത്തിൽ വളരുവാൻ, അതിൻ്റെ സന്തോഷങ്ങൾ സ്നേഹമൊക്കെ അനുഭവിക്കാൻ, വിശ്വാസത്തിൽ വളർന്നു വരുവാൻ, ഇടവേഗമായ സമയമായ അതിനൊക്കെ അപ്പുറം നാഥനായ കർത്താവെ നീയുമായുള്ള ബന്ധത്തിൽ വളരുവാനൊക്കെ നീ സഹായിച്ചത് നന്ദിയോട് സ്തോത്രം. നിന്റെ മകന് വേണ്ടി പ്രിയോ നിന്റെ മകളെ ഒരുക്കുന്നതിന് നന്ദിയോട് സ്തോത്രം. നിന്റെ സമയത്ത് നീ ഒരുക്കുന്ന ബന്ധങ്ങൾക്കായി നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, ഇബ്രാഹാമിനെയും സാറയും അനുഗ്രഹിച്ച ദൈവം, ഇസ്ഹാക്കിനെയും റിബേക്കയും അനുഗ്രഹിച്ച ദൈവം, ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിച്ച ദൈവം നിന്റെ മക്കളോട് കൂടെ ഇരിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വിവാഹപ്രദാശയിൽ നിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ. കർത്താവെ, ദൈവകൃപ അനുഭവിക്കുന്ന മുഖാന്തരമായി മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശേഷമുള്ള സൽക്കാരത്തിൽ നിന്റെ സാന്നിധ്യം ഉണ്ടാകണം. അതിനുശേഷം നിന്റെ മക്കൾ ആരംഭിക്കുന്ന കുടുംബജീവിതത്തിൽ കർത്താവെ നിന്റെ കൃപയുണ്ടാകണം. കുടുംബം നീ നൽകുന്ന ദാനമാകിയ സ്തോത്രം. നിന്നോട് ചേർന്ന് ആ ജീവിതത്തിൻ്റെ നന്മകളുടെ അനുഭവങ്ങൾ, സന്തോഷങ്ങൾ, വേദനകളൊക്കെ പങ്കിടുവാൻ നമുക്ക് സഹായിക്കണം. കർത്താവെ, വിവാഹം രണ്ട് വ്യക്തികൾ മാത്രം ചെയ്തുകൊണ്ടാണല്ലോ, നീ എന്നും കൂടെയുള്ളതിന് സ്തോത്രം. ഒന്നാമനായി നിന്റെ കൃപ ഇപ്പോഴും കൂടെ ഇരിക്കണമേ. ഇത് കുടുംബങ്ങളൊന്ന് ചെയ്യുന്ന അനുഭവം കൂടിയാണല്ലോ, കുടുംബങ്ങളോട് കൂടെ ഇരിക്കണമേ. എല്ലാത്തിലും നിന്റെ സാന്നിധ്യം ഉണ്ടാകണം. അങ്ങനത്തെ എല്ലാ ശുശ്രൂഷകളിലും നീ കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണം. കാനാവിലെ കല്യാണ വീട്ടിൽ കർത്താവെ നീ മുന്നമേ എഴുന്നള്ളി അവിടുത്തെ കുറവുകളെയൊക്കെ നിലവുകളാക്കിയതുപോലെ ഈ പ്രിയ കുടുംബത്തോട്, നിന്റെ വിവാഹ കുദാശയോട്, സൽക്കാരത്തോട്, ശേഷമുള്ള നിന്റെ മക്കളുടെ ജീവിതത്തോടൊക്കെ കൂടെ ഇരുന്ന് എല്ലാ കുറവുകളെയും നിലവുകളാക്കി മാറ്റണം. ഞങ്ങൾക്ക് സാധിക്കുന്നത് പ്രാർത്ഥിക്കാനാണ്. നീ അനുഗ്രഹിക്കുന്നവനാകിയ സ്തോത്രം. നിന്റെ കൃപയിൽ വഴി നടത്തണം, മുന്നോട്ട് നയിക്കണം. സകല കൃപകളാണ് നിലനിർത്തണം. നാമത്തിൽ പ്രാർത്ഥനയ്ക്കാമേ. കർത്താവിന്റെ കൃപ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ഛായയിൽ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതവും കോട്ടയും ബലവുമാകുന്ന ദൈവം തമ്പുരാനെ, ഈ പ്രഭാതത്തിൽ ഈ വാത്സല്യ ഭവനത്തോട് ചേർന്ന് നിന്നെ സ്തുതിക്കുന്നതിന്, ആരാധിക്കുന്നതിന്, മഹത്വീകരിക്കുന്നതിന് നീ തന്ന എല്ലാ നല്ല നല്ല കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. നീ ഞങ്ങൾക്ക് ജീവനുണ്ടാകുവാൻ, സമൃദ്ധമായ ജീവനുണ്ടാകുവാൻ നമ്മളല്ലോ ഈ ഭവനത്തിൽ വസിക്കുന്ന അച്ഛനും അമ്മാമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൗഖ്യ സമാധാന ആഹാരം കൊടുത്ത് അവരെ അനുഗ്രഹിച്ചല്ലോ. അവരുടെ ജീവിത പശ്ചാത്തലങ്ങളിൽ സൗഖ്യ നന്മകളെ കൊണ്ട് നിറച്ചിരുന്നല്ലോ. ദാനമായി കിട്ടുന്ന എല്ലാ മക്കൾക്കായും കുടുംബജീവൻ നയിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഇവിടെയുള്ള റോബിനെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൂരെ ആയിരിക്കുന്ന ചുറ്റിയച്ഛനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിത പശ്ചാത്തലങ്ങളെല്ലാം നീ കൂടെ ഇരുന്ന് വഴി നിർത്തല്ലോ. ദൂരെയായിരുന്ന ഈ വിവാഹ ശുശ്രൂഷ, ഈ കുദാശ കാണുന്ന സന്ദർഭത്തിൽ അവർക്കും അനുഗ്രഹങ്ങളും നന്മകളും കൊടുക്കാനാണ്. ദൈവമായ കർത്താവേ, ലിബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ ദൈവകൃപ കൊടുക്കാനാണ്. ഒരുക്കിയിരിക്കുന്ന മകൾക്കായി, ഫേബയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ ജീവിത പശ്ചാത്തലങ്ങളിൽ പഠിക്കുവാൻ ജ്ഞാനവും ബുദ്ധിയും കഴിവും കൊടുത്തല്ലോ. ജോലി ലഭിക്കുവാനൊക്കെ ഇടയാക്കിയല്ലോ. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മകളെ അനുഗ്രഹിക്കുക, ആസ്വദിക്കുകയും ചെയ്യണം. വിവാഹ നിശ്ചയത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായി ദേവാലയത്തിലേക്ക് പോകുന്നു. തീരുമാനമൊക്കെ സാക്ഷാത്കരിക്കുന്ന ആ ശുഭമുഹൂർത്തം ഏറ്റവും അനുഗ്രഹകരമായി തീരണം, പ്രകൃതി അനുകൂലമായി തീരണം. ദൈവം തമ്പുരാനെ അവരുടെ കുടുംബജീവിതം ധന്യമാക്കണമേ. എല്ലാ നന്മകളെ കൊണ്ട് നിറയ്ക്കണം. ദൈവം തമ്പുരാനെ, നീ പ്രാർത്ഥന കേട്ടവനാണല്ലോ. ഈ മക്കളുടെ പ്രാർത്ഥന കേട്ട് ദീർഘനാൾ പ്രാർത്ഥിച്ച് ഒരു സന്താന സൗഭാഗ്യം നീ കൊടുത്തു. അതിനെല്ലാം ഞങ്ങൾ നന്ദി പറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ പിതാക്കന്മാരെ അനുസ്മരിക്കുന്ന ഈ സന്ദർഭങ്ങളിൽ ആവശ്യമായ ദൈവകൃപ ഞങ്ങൾക്കെല്ലാം തരണം. അവരുടെ പ്രാർത്ഥന, അവരുടെ അതിജീവനം, അവരുടെ വിശ്വാസ പൈതൃകം, അവരുടെ പാരമ്പര്യം നെഞ്ചിലേറ്റിക്കൊണ്ട് വിശ്വസ്തരായി ജീവിക്കുവാൻ ഞങ്ങളെല്ലാം സഹായിക്കുകയും ചെയ്യണം. എല്ലാ കാര്യങ്ങളും ചിട്ടയായി ക്രമീകൃതമായി ചെയ്യുവാനിടയാക്കണം. ടൈം കീപ്പ് ചെയ്യുവാനിടയാക്കണം. ആളുകൾക്ക് സന്തോഷകരമായ ഒരു സൽക്കാരകരണങ്ങൾ നടത്തുവാൻ അതിലെല്ലാം നിങ്ങളുടെ സാന്നിധ്യവും അതിനുള്ള ക്രമീകരണങ്ങളും ചിട്ടയായി ചെയ്യുവാനിടയാക്കണം. തുടർന്നുള്ള ആരാധനയിൽ കൂടെ ഇരിക്കണം. വഴിയാത്രയിലെല്ലാം കൂടിയിരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ സകല ബുദ്ധിയെ കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നാം എല്ലാവരും കൂടെ കൊടുത്ത് ഉണ്ടായിരിക്കുവാനാവട്ടെ.
We set out at the first light. We lit up with the sunrise. Gets my heartbeat running wild when you're here by my side. And we'll dream out loud. Take our chance, take it now. We will go from this day on. Take this world and make it ours. You and I, all life long. We'll take this world from this day on. We can breathe in the moment. Open arms, we can own it. All these dreams we can run down. Feel it fall into place now. We will go from this day on. We'll take this world from this day on. പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു.
പ്രസാദിക്കുന്ന സകല പരിശുദ്ധരോടുകൂടെയും മാനുഭവാദികളിൽ നിന്റെ പരിശുദ്ധ വത്സരയുടെ സംഘങ്ങളിൽ ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവം അതിപ്പോഴും അതിന്റെ സമാധാനം ഇപ്പോൾ ചേർന്ന് വന്നിരിക്കുന്ന ഞങ്ങളുടെ സഹോദര സഹോദരികളെ സംയോജിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവമേ, ഇവർ തങ്ങളെ ആശാകൾക്കെയും അന്യോന്യം സ്നേഹിക്കുകയും സന്തോഷവും തമ്മിൽ കൈക്കൊള്ളുകയും ചെയ്യേണ്ടത് ഇവർക്ക് പൂർണ്ണ ഐക്യം ഉണ്ടായിരിക്കുമാറാകണമേ. കരുണകളും അപേക്ഷിക്കണം. എല്ലായ്പ്പോഴും യോഗ്യതയുള്ളവരായി തീരണമേ. ജാതികളുടെ സമയമായി തിരഞ്ഞെടുക്കുകയും നിഷ്കളങ്കമായ രക്തത്താൽ സകല മാലിന്യങ്ങളിൽ നിന്നും നിശ്ചയിക്കപ്പെട്ടവനായി തീരുകയും സകലഘടകങ്ങളിൽ നിന്നും അതിനെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയമായിരിക്കുന്ന സകലത്തിന്മോളിരിക്കുന്നവരും ദൈവികമായ അനുഗ്രഹങ്ങളും നന്മകളുടെ നിധിയുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നാശമില്ലാത്ത സകല കഷ്ടതകളിൽ നിന്നും മരണത്തിൽ നിത്യമൊഴിഞ്ഞിരിക്കുന്നതുമായ വെളുപ്പുള്ള മോതിരത്ത സ്ത്രീകളുടെയും പുരുഷന്മാരുടെ സന്തോഷത്തേക്കുമായി പൂർണ്ണതപ്പെടുവാനും വിവാഹ നിശ്ചയിച്ചതിലൂടെ ആനന്ദം മോതിരത്താൽ പരിപൂർണമായി നിറവേറുവാനും നീയാവുന്നു. ദൈവമായ കർത്താവേ, നിന്റെ പരിഗണന ഞങ്ങൾ സന്തോഷപ്പെടുന്ന ഈ മോദങ്ങളെ നീ വാഴ്ത്തണമേ. ഈ മോദങ്ങളെ നീ വാഴ്ത്തണമെന്നും ശാപമായതിനെ കാരണവരെ അനുഗ്രഹമാക്കി തീർക്കണമെന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോദനത്തിന് അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മോദങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, മണവാളനെ ഞങ്ങളുടെ പുത്രാതെ മണവാട്ടിയും ജ്ഞാനത്തിൽ തികഞ്ഞവരും പൂർണ്ണതയുള്ളവരും ആക്കണമേ. കർത്താവേ, കൃപ ചെയ്തവരുടെ ഉപാസനമാലിന്യങ്ങളോടൊപ്പം വന്നിരിക്കുന്നതാക്കണമേ. ദൈവമായ കർത്താവേ, ഈ ലോകത്തിലും ഒരുപാടിക്കുന്ന ലോകത്തിലും അടിവില്ലാതെ വരെ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ മണവരെല്ലാവരും വിവിധ പ്രാകാരണവരെ അലങ്കരിക്കണമേ. ഈരന്മാരും മാലേക്കന്മാരോടുള്ള സന്തോഷിക്കുന്നതുമായ നിന്റെ സ്വർഗീയ മണവർക്ക് ആൽത്തോറും വരെ അടുപ്പിക്കണമേ. കർത്താവേ, നിൽക്കുന്ന
ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. അതിപ്പോഴും എല്ലായ്പ്പോഴും ഈ മോദരങ്ങളെ വാഴ്ത്തുന്ന പിതാവിനും പുത്രനും പരിശുദ്ധരും സഹായിക്കും സന്തോഷങ്ങളായിട്ട് പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുള്ള നാമത്തിൽ മോദരങ്ങൾ വാഴ്ത്തപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലങ്കൈ കാരുണ്യപൂർവ്വം നിന്റെ അടുത്തേക്ക് നീട്ടപ്പെടട്ടെ. നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായ മോദരത്തോടുകൂടെ കൃപയും തന്റെ കരുണയുടെ വാഴും തന്നിൽ നിന്ന് നീ പ്രാപിക്കുവാനാ നന്മകളും വാഴും വലങ്കൈ തന്നെ നിന്റെ ആയുഷ്കാലത്തോടും നിന്നോടുകൂടെ ഇന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. രഹസ്യമായി നിന്റെ അടുത്തേക്ക് നീട്ടപ്പെടട്ടെ. വിശുദ്ധ സ്നേഹന്മാർ കൈവരുന്നതുപോലെ ബഹുമാനമുള്ള വന്നിട്ടുകാരുടെ കയ്യിൽ നിന്നും നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായി മോദരത്തെ സ്വീകരിക്കുക. ആത്മാവിന്റെയും ശരീരത്തിന്റെയും സ്വസ്ഥതയാലും ഹൃദയ സന്തോഷത്താലും തനിക്കും തന്റെ പിതാവിനും തന്റെ പരിശുദ്ധവും സ്തുതിയും സ്തോത്രവും നീ കരയറ്റുകയും ചെയ്യണം. തന്റെ മൂലം വിശുദ്ധ സഭയുടെ സന്തോഷങ്ങൾ പൂർത്തിയാക്കിയ ദൈവമായ കർത്താവ് അന്യോന്യ വിവാഹം ചെയ്തിട്ടുള്ള ഈ നമ്മുടെ മക്കളെ സത്യം കൊണ്ടും നീതി കൊണ്ടും പൂർണ്ണമാക്കട്ടെ. ഇവർ സ്വീകരിച്ചിരിക്കുന്ന ഈ മോചനങ്ങളോടുകൂടി സ്വർഗീയ വാഴുകൾ താൽവെക്ക് നൽകട്ടെ. അടക്കമൊതുക്കങ്ങളോടും ഇവരെ താൻ അലങ്കരിക്കട്ടെ. ഇസ്ഹാക്കിന്റെയും റുബേക്കായുടെയും വിവാഹം ചെയ്യും പൊന്നാഭരണങ്ങളാൽ പൂർണ്ണമാക്കിയ പ്രകാരം നീതിയുടെ മോചനങ്ങളാൽ താൻ ഇവരെ പൂർണ്ണമാക്കട്ടെ. തന്റെ രക്ഷ കൊണ്ട് മണവാളനെ താൻ സന്തോഷിപ്പിക്കട്ടെ. വഴക്കവും നാശവും വരാത്ത അലങ്കാരങ്ങളാൽ ഈ മണവാട്ടിയെ താൻ അലങ്കരിക്കട്ടെ. ഇമ്പകരമായ ശുശ്രൂഷ പുഷ്പങ്ങളെക്കാൾ വിശേഷവാസന നൽകുന്ന പരിഭാഗതയിൽ കൂടി ഇവരുടെ മനസാക്ഷി മുഴുവനെയും കടത്തിക്കൊണ്ടുപോകുവാൻ ദൈവങ്ങൾക്ക് സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദേഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരുമായ മനുഷ്യരിൽ നിന്നും ജനകൻ പക്കൽ നിന്നേ ഭാഗ്യം ദൈവത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന സാക്ഷ്യത്തിലൊരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങളുടെ കൂലി ഒന്ന് 30,000 160,000 100,000 നിങ്ങൾക്ക് നൽകട്ടെ. എല്ലായ്പ്പോഴും നന്മകൾ നിങ്ങൾക്ക് താൻ നൽകട്ടെ. നമ്മുടെ കർത്താവിന്റെ സ്നേഹമായ നിന്നോടുകൂടി ഇരുന്ന് തിന്മപ്പെട്ടവരിൽ അവന്റെ സൈന്യങ്ങളിൽ നിന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഗായകസന്ധി ഇപ്പോൾ പാട്ട് പാടുന്നതായിരിക്കും. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും.
യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കും. കൃപയോടെ കേൾക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. മാഞ്ഞുപോകാത്ത കല്യാണം വിരുന്ന് കഴിഞ്ഞു പോകാത്ത വളവയ്ക്ക് നമ്മളെ ഈ യോഗ്യരാക്കണമേ. കല്യാണം ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന തോന്നക്കാരോടുകൂടെ നിന്റെ സന്തോഷങ്ങളെ ക്ഷണിക്കണമേ. ഞങ്ങൾ അവരോടുകൂടിയും അവരുടെ നിരക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുവാനാകണമേ. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. മാതാപിതാക്കളെ അനുഗ്രഹിച്ചതേ മണവാട്ടി അനുഗ്രഹിക്കുന്ന ഇടയാളമായി പിന്നാലെയുള്ള ഗീതം ചൊല്ലി കാർമിക കുരിശുവരയ്ക്കുമ്പോൾ അനുഗ്രഹം സ്വീകരിക്കുന്നതാണ് മണവാട്ടിയെ കുരിശുവരയ്ക്ക് ദൈവകൃപ ചെയ്യണമെന്ന് ഈ മാറ്റി ചൊല്ലുകയും ചെയ്യുന്നു. നിന്റെ ദാനങ്ങളെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കണമേ. നിന്റെ നൽവരങ്ങളാൽ നീ ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദൈവിക കൽപ്പനകളെ ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും നിന്റെ തിരുസന്നിധിയിൽ ഉല്ലസിക്കുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സന്തോഷിക്കാം.
ചുറ്റും നിന്ന് തനിക്ക് അടച്ചുകൊണ്ടിരിക്കുന്ന ആദ്യവും ധാരാളമായ തന്റെ കണ്ണനിലത്ത് നമ്മുടെ എല്ലാവരുടെ മേലും കണ്ണ ചെയ്തതിന്റെ അടുക്കിലേക്ക് നമ്മുടെ വെള്ളത്തെ തിരിപ്പിച്ച് ആഹ്വാനം മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷങ്ങളുടെ കിരീടങ്ങളെ സൗജന്യം ചെയ്യുന്നതിനുമായ തന്റെ ശ്രേഷ്ഠത്വത്തിനെ സ്തുതി തന്റെ അടിയാരുടെ കിരീടപാടിന്റെ ശുശ്രൂഷ മതമാക്കപ്പെടുന്നതായി നേരിട്ടു നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വല്ലവും തനിക്ക് യോഗ്യവുമായി എന്നു സ്വർഗീയ സൈന്യങ്ങളും ഭയത്തോടും തന്റെ ശ്രേഷ്ഠതകൾ ഭ്രമിച്ചുകയും അവർണ്ണനീയമായതിന്റെയും അപരീയമായതിന്റെ ധാരണയാൽ എളിയവരായ നിങ്ങളുടെ സ്ഥിതികളിൽ സന്തോഷിക്കുകയും നിങ്ങളുടെ ശുശ്രൂഷയിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവരും തന്റെ ശ്രേഷ്ഠകാരത്തിൽ വസിക്കുന്നവരും പ്രത്യേകമായി ഇവിടെ അടുത്ത് വന്ന് നിന്റെ കീഴിൽ നിന്റെ ദൈവങ്ങളിൽ കീഴിൽ മഹയും പ്രാപിക്കുന്നവരായ നിന്റെ അധികാരം വാഴ്ത്തണമേ. ഇവരുടെ സകല പ്രവർത്തികളുടെ മുക്തമരായിരിക്കാം ഇവരെ സുഖത്തോടെ രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. കാത്ത് സ്വർഗരാജ്യത്തെ നടക്കുന്ന നേർവഴി കൂടിയോടുവാൻ ആത്മീക നൽവരങ്ങളിൽ പൂർണ്ണതയുള്ളവരാകുവാൻ ദേഹദേഹികൾക്ക് പ്രയോജനമായ ദൈവികമാകാനും ജനിതായി ഉണ്ടാക്കുവാനും ജീവനെ സ്നേഹിക്കുന്നവരും പാവങ്ങളുള്ളവരിൽ നിന്ന് അകന്നിരിക്കുന്നവരുമാകുവാൻ ഇവർക്ക് നീ സംഗതിയാക്കണമേ. നിന്റെ വിശുദ്ധവാസത്തെടുത്തുകൊള്ളുവാനും ശമിക്കപ്പെട്ട സാധാരണ ഓടിപ്പോകുവാനും ഇവരുടെ ഹൃദയങ്ങളെ ഒന്നാക്കണമേ. നിന്റെ തോട്ടത്തിൽ നീതികളെക്കാളും നിന്നോടുള്ള ഭയഭക്തിയുടെ ദേഷ്യതയും നിന്റെ കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ താല്പര്യമുള്ളവരാകുവാൻ ഞങ്ങൾക്കും ഇവർക്കും ഇടയാക്കണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ സംഘങ്ങൾക്ക് തുല്യം അന്യോന്യം സ്നേഹിക്കുന്നവരും നിന്റെ മക്കളെ ദ്വേഷിക്കുന്നവരും നിന്റെ ദൈവത്വത്തിന് അനുസരണമുള്ളവരുമായിട്ട് ഞങ്ങളെ ആക്കണമേ. നിന്റെ സ്വരാജ്യത്തിലാണ് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നല്ലവരും മനുഷ്യരെ സ്നേഹിക്കുന്നവരും നീയാകയാൽ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധനുമായിരിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അറിയിക്കുന്നു. ആയതിപ്പോഴും എന്നേക്കും തന്നെ. എല്ലാവരും വേണ്ടി ഞാൻ എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കുകയും മിശിഹായുടെ സ്നേഹത്താൽ അന്യോന്യം കീഴ്പ്പെടുന്നവരായിരിക്കുകയും സ്ത്രീകളെ നമ്മുടെ ഭർത്താവിനെന്നപോലെ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ കീഴ്പ്പെട്ടിരിക്കുകയും എന്തുകൊണ്ടെന്നാൽ മിശിഹാ സഭയുടെ തലയിൽ
ശരീരത്തിന്റെ രക്ഷിതാവാകുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. സഭാവിശുകായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുകയും മിശിഹായിൽ നിന്ന് സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുവാനും മഹത്വമുള്ളതായും മാലിന്യവും കളയും ഇവയ്ക്ക് സമമായ യാതൊന്നുമില്ലാതെ വിശുദ്ധയും നിഷ്കളതയുമായും തനിക്ക് തന്നെ സഭയായി അതിനെ നിർത്തുവാനും അതിനുവേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ തന്നെ ഇപ്രകാരം തങ്ങളുടെ ശരീരങ്ങളെ എന്നപോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പാൻ പുരുഷന്മാരുടെ ന്യായമാകുന്നു. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും ആനന്ദത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ നിശ്ചയത്തിന്റെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവനുള്ള നമ്മുടെ വിശുദ്ധായ നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുമിശിഹായുടെ നടപടിയുടെ കാലത്ത് പ്രകാരം സംഭവിച്ചു. ശേഷം യാത്ര പുറപ്പെട്ട് യോർദാനിക്കരെ യഹൂദിയുടെ തലത്തിലേക്ക് എഴുന്നള്ളി വളരെ പുരുഷാരത്തിന്റെ പിന്നാലെ ചേർന്നു. അവിടെ ചെറിയ സൗഖ്യമാക്കി പരീക്ഷന്മാരുടെ അടുക്കൽ വന്നവരെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലോട് ചോദിച്ചു. ഭക്തനവരോട് ഉത്തരമായി ചെയ്തത് ആദ്യം സൃഷ്ടിച്ചവരെയാണ് പെട്ടുമായി സൃഷ്ടിച്ചുവെന്നും ഇതുകൊണ്ട് പുരുഷത്തിന്റെ രാമനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും. അവരിരുവരും ഒരു ജഡമായി തീരും എന്നല്ല ചെയ്തു എന്നുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകെയുള്ളവരുണ്ടെല്ലാവരും ശരീരമത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വാനിൽ നിന്നോരമവിടം കർത്തൻ കയ്യാലിറങ്ങി മണവാളൻ ശിരസിന്നൽ മുടിച്ചോ തേടുന്നു. ശത്രുവിന്റെ സർവശക്തിയെ തോറ്റുപോകാതെ നിന്നെ ധരിപ്പിക്കും.
അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യട്ടെ. സ്വർഗീയ മണവാളാവുന്ന മനുഷ്യ സത്യത്തിന്റെ മണവാത്മ കൊണ്ട് നിങ്ങളുടെ മണവാന്മയെ മുതലിടട്ടെ. മനുഷ്യനാഥ സഭയെ സന്തോഷിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം. അന്നിങ്ങളുടെയും നിങ്ങളുടെ മേലാമ താമസിച്ച് സകല ഉപദ്രവങ്ങളെയും നന്ദികളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിന്റെ മാതാവിനോടുകൂടിയിരുന്ന ആകെ വചനെ കാത്തുകൊള്ളട്ടെ. കൊല്ലുന്നതായ ദൈവങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും നിങ്ങളെ ദുഃഖങ്ങളെ നീക്കിക്കളയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ചതുപോലെ നിങ്ങളും അവരെ സന്തോഷിപ്പാനായിട്ട് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം നോഹയെയും അവരുടെ മക്കളെയും അനുഗ്രഹിച്ചാലും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനെ ഇസ്ഹാക്കിനെ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവം ആകാശത്തിൽ നിന്നും ഭൂമി പുറപ്പെടുവിക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബ് അവന്റെ പുത്രനായ യോസേഫിനെ വാഴ്ത്തി നിന്റെ പിതാവിനെ സഹായിക്കുമെന്ന് പറഞ്ഞ വാഴും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തന്റെ ദിവസത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ള അനുഗ്രഹം നിങ്ങളുടെ മേലും ഇന്ന് ഒന്നിനാമത്തെ കഴിയാൻ നിങ്ങളുടെ തലകളിൽ വയ്ക്കപ്പെട്ട കിരീടങ്ങളെ വസിക്കട്ടെ. കർത്താവനാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. സകല ജാതികളും സന്തോഷിച്ച് സ്തുതി പാടട്ടെ. ദൈവം ഐശ്വര്യങ്ങൾ കൊണ്ട് സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യങ്ങൾ കൊണ്ട് നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. ആ ഭാവിയുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ ഘടന പാപങ്ങൾ പരിഹരിക്കപ്പെടുമാറാകട്ടെ. വലതുഭാഗത്തെ പോലെ നിങ്ങളും സ്വർഗ്ഗരാജ്യത്തിന്റെ അവകാശികളായി തീരട്ടെ. മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച മണവാട്ടിയുമായി ഉടമ്പടി ചെയ്യുവാൻ സീനായി പർവ്വതത്തിൽ ഇറങ്ങിയ അത്യുന്നതനെ നമ്മുടെ സർവ്വസംഘത്തെ വാഴ്ത്തുമാറാകട്ടെ. സ്വർഗ്ഗത്തിന്റെയും ഭൂമിയുടെയും നാഥന് നാം സ്തുതി കരയറ്റുകയും ചെയ്യണം. ോ
വിശ്വാസങ്ങളെ കീഴ്പ്പെടുത്തണമെന്ന് നമ്മുടെ വിശുദ്ധന്മാരിൽ നിന്നും നാം കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാനപ്പെട്ട പരിപാലിച്ചതുമായ ഒരു പതിവ് നമുക്കുണ്ട്. നമ്മുടെ നിൽക്കുന്നവരോട് സത്യത്തിലും നീതിയിലും നല്ല പ്രവർത്തനങ്ങളെല്ലാം ദൈവമുള്ളവരും സകലവും ജാഗ്രതയുള്ളവരുമായിരിക്കാൻ വീണ്ടും നാം കൽപ്പിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ ദൈവത്തിന് മുമ്പാകുകയും നമ്മുടെ കർത്താവായ യേശുവിന്റെ സിംഹാസനമാകുന്ന ജീവന്റെ മുൻപാകുകയും ശ്രീപായുടെ മുൻപാകുകയും വിശുദ്ധരുടെ മുൻപാകുകയും യോഗത്തിന് മുൻപാകുകയും ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം നമുക്ക് നിങ്ങൾക്കിടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും നാം കുറ്റമില്ലാത്തവരായിരിക്കും. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും പട്ടക്കാരുടെ സിംഹാസന്മാരുടെ വിശ്വാസമുള്ള ജനത്തിന്റെ മേലും മണവാളുടെ മേലും മണവാട്ടിയുടെ മേലും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും ഒന്ന് ആവശ്യിച്ചേരാകട്ടെ. നമ്മുടെ കർത്താവായ യേശുവിന്റെ എല്ലായ്പ്പോഴും ഇവരുടെ മേൽ പാകുകയും ചെയ്യട്ടെ. വീണ്ടും വിശ്വാസത്തെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഭാര്യയുമായുള്ള ബന്ധം ഏത് വിധത്തിൽ ലഭിക്കാൻ ന്യായമാകുന്നുവെന്ന് ഓരോരുത്തരും സൂക്ഷിച്ചു കൊള്ളണമെന്നുള്ള ഈ കൽപ്പന നിങ്ങളോട് എല്ലാവരോടുമാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുകയും. എന്തുകൊണ്ടെന്നാൽ ഇവിടെയുള്ള ചർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ് ഇവരുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവരെയും അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർദ്ധിക്കണം. അവൻ വസ്ത്രമില്ലാത്തവനായിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുമാറാകണം. അവൻ വിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവൻ അവളോട് ഏത് പ്രകാരം വർദ്ധിക്കണമോ അതുപോലെ അവളും അവനോട് വർദ്ധിക്കുകയും യോഗ്യമാവണ്ണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമാകുന്നവരോ. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർദ്ധിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശുവിന്റെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് കർത്താവ് നമ്മുടെ ഭക്തന്മാരായി സംയോജിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തീയ ജീവിതം ഒരു വലിയ ചുമതലയും വലിയ പദവിയുമാണ്. അവരിലെ നന്മയെ കണ്ടെത്തുക, മറ്റുള്ളവരെ നന്മയെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കുമ്പോഴാണ് ജീവിതം സഫലമാകുന്നത്. ദൈവത്തിന് നന്മയോടെ എത്താനുള്ള സഞ്ചാരത്തെയാണ് ജീവിതം എന്ന് പറയുന്നത്. എക്സെപ്റ്റിംഗ് ദി അവേർനെസ് ഓഫ് ദി അതേഴ്സിലാണ് വ്യത്യസ്ത കുടുംബങ്ങൾ ജനിച്ചു വന്നതാണ്. ഈ വിശുദ്ധ രാഷ്ട്രീയത്തിലൂടെ ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായ ദൈവജീവിതത്തിൻ്റെ രാജ്യത്തിലേക്ക് ദൈവപ്രധാനങ്ങളെ കരം പിടിച്ച് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ദൈവം ഓരോ സൃഷ്ടിപ്പിന് ശേഷം ഒരു വാക്ക് പറഞ്ഞു, നല്ലത് നല്ലത് നല്ലത്. നല്ലതിനെ സൃഷ്ടിക്കാനും സൃഷ്ടിച്ചതിനെ നല്ലതായി കാണുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലൂടെ ദൈവം തരുന്ന വ്യത്യസ്തമായ സാധ്യതയെ സാഹചര്യങ്ങൾ ലൈഫ് പാർട്ട്ണർ ഏറ്റവും നല്ലതായി കാണുകയും നിങ്ങളുടെ ജീവിതത്തിലൂടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ സമൂഹം വയ്ക്കുക. ഇടയാകട്ടെ എന്ന് വിശ്വാസ സമൂഹത്തിൻ്റെ പേരിൽ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തു. യേശു ചെയ്ത അത്ഭുതം
ഒരു വിരുന്ന മേശയിലാണ്, ഒരു വിവാഹ വിരുന്നിലാണ്. യോഹന്നാൻ 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഇടയിലെ കാലാവധി വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. ഒരു വിരുന്ന മേശയിൽ വിവാഹ വിരുന്നിൽ യേശു അപ്രകാരം അത്ഭുതം ചെയ്യുവാൻ കാരണമായിരുന്നത് യേശു അപകടത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടു എന്നുള്ളതാണ്. അവിടെയൊക്കെ ഭവനങ്ങളിൽ മനോഹരമായ വാങ്ങുന്ന വീഡിയോ സൂക്ഷിച്ചിട്ടുണ്ട്. ക്രൈസ്റ്റ് ഈസ് ദ എർത്ത് സോഴ്സ്, ദി അൺസീൻ ഗസ്റ്റ് ഇൻ ദി മീ, മിസൈലന്റ് ലിസണർ ടു എവരി കൺവർസേഷൻ. കർത്താവ് വീടിൻ്റെ നായകനാണ്, ഭക്ഷണമേശയിൽ കാണപ്പെടാത്ത അതിഥിയാണ്, സംസാരവേളയിൽ അറിയപ്പെടാത്തതാണ് ശ്രോതാവാണ്. ഈ കേവലം വിദ്യയിൽപ്പെട്ടൊരു കാര്യവുമായി അവശേഷിക്കുന്നതിനപ്പുറമായി യേശു വീടിൻ്റെ നായകനായി നിലനിൽക്കുന്ന ഒരു ഭാവമായി മുൻപോട്ട് ലഭിക്കാത്തപ്പോഴും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് നിങ്ങൾക്ക് ജീവിതപരാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്ന്, തനത് പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തണം. നിങ്ങൾ സമയമുള്ളിടത്തോളം രണ്ടുപേരും വ്യത്യസ്തമായി തനിയെ തന്നെ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം. രാവിലെ വൈകിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയം പ്രവർത്തിക്കണം. ഇന്ന് വൈകിട്ട് ആരംഭിക്കുന്നതിനുള്ള പ്രാർത്ഥന ആ ജീവനാന്തം തുടരുവാൻ രാവിലെ വൈകിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയം നിങ്ങൾ കണ്ടെത്തണം. മൂന്നാമത്, എല്ലാ വിശുദ്ധ ഞായറാഴ്ചകളിലും വിശുദ്ധ ശുശ്രൂഷകളിലും നിങ്ങൾ കുടുംബമായി സമർപ്പിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ അവരുടെ ദൈവത്തിൽ നീതി ലോകത്തിന് സഭാസനത്തിനും വളർത്തണം, സഭയോടുള്ള ബന്ധത്തിൽ വളർത്തപ്പെടുവാൻ ഇടയായിത്തീരണം. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ ബഹുമാനിക്കുന്നവരായിരിക്കണം. കുടുംബാംഗങ്ങളുടെ സ്നേഹത്തിലും താല്പര്യത്തിലും പാരിസ്ഥിതിയിൽ നിൽക്കുവാൻ ഇടയായിത്തീരണം. ഒരു കുടുംബം ഈ ലോകത്തിൽ രൂപപ്പെടുമ്പോൾ സ്വന്തം സന്തോഷിക്കും, സമൂഹം സന്തോഷിക്കും. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, കമ്മ്യൂണിറ്റി വിച്വാലിറ്റി ആൻഡ് ബി എ ബ്ലെസ്സിംഗ് ടു അദേഴ്സ്. നിങ്ങളൊരു സമൂഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കുടുംബജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളായിത്തീരുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ പാരസ്പര്യതയിലേക്കാണ്, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരായിരിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായിരിക്കണം. അത് മാത്രമല്ല, നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് സമൂഹത്തിന്, സഭയ്ക്ക്, കലകൾക്ക് എന്നിൻ്റെ മതത്തിനായി തീരുവാൻ സാധിക്കുന്നതാണ്. We can build houses with princess stones, but homes with kindly faces. നമുക്ക് പണമുണ്ടെങ്കിൽ മനോഹരമായ നന്ദി സൗകര്യങ്ങൾ തീർക്കുവാൻ സാധിക്കും. എന്നാൽ പണം കൊടുത്താൽ, പണം ഉണ്ടെങ്കിൽ സാധിക്കാത്ത ഒന്നുണ്ട്. അതാണ് ഒരു വീടിനെ ഭവനമാക്കി മാറ്റുന്നത്. ഏതൊരു വീടും ഭവനമായി തീരുന്നത് അതിൽ താമസിക്കുന്നവരുടെ വ്യക്തിത്വത്തെയും ദൈവാശ്രയത്തെയും പാരസ്പര്യതയും ആശ്രയിച്ചാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ വിടപ്പെയ്തിരിക്കുന്ന സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ട് ഇന്ന് വിളിച്ചാക്കപ്പെട്ടിരിക്കുന്ന ഈ കുടുംബം ഒരു ഭവനമായി, ദൈവമുള്ള ഭവനമായി നിലനിൽക്കുവാൻ സാധിക്കട്ടെ. മോശലോട്ട് പോയ ശിഷ്യന്മാരോടൊപ്പം മൂന്നാമത് ഒരാൾ അപരിചിതനായിട്ട് ഒരാൾ നടന്നു ചെല്ലുകയും അവരോടൊപ്പം മുറിയിൽ പ്രവേശിക്കുകയും അതിനപ്പം വാഴ്ത്തി അവർക്ക് കൊടുക്കുകയും ചെയ്തപ്പോൾ അപ്പോൾ അവർ അതിനെ തിരിച്ചറിഞ്ഞു എന്നാണ് വിശുദ്ധ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിൻ്റെ സാന്നിധ്യം ഏതൊരു ചെറ്റക്കുള്ളിനെയും ദേവാലയമാക്കി മാറ്റി. നമ്മുടെ ഭവനങ്ങളുടെ വലുപ്പത്തേക്കാൾ, വീടിൻ്റെ വലുപ്പത്തേക്കാൾ ദൈവമുള്ള ഭവനമായി നിൽക്കുന്നതിലൂടെ ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായിട്ട് ദൈവം ഈ ലോകത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന കുടുംബത്തിൻ്റെ ധന്യതയിലേക്ക് ആയിത്തീരുവാൻ ഇന്ന് കുടുംബജീവിതം നമ്മൾ ഒരുമിച്ച് ആരംഭിച്ചിരിക്കുന്ന ഒരു യാത്രയാണ്, ഒരുമിച്ചുള്ള ഒരു ലൈഫ് ജേർണിയാണ്. ആരംഭിച്ചിരിക്കുന്ന ഈ ജീവിതത്തിലൂടെ സാധ്യമായി തീരേണ്ടത് എല്ലാവരുടെയും പേരിൽ ഞാൻ പ്രാർത്ഥിച്ച് ആശംസിക്കുന്നു. തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പര ധാരണ ഉണ്ടാക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യുന്നത് കുടുംബജീവിതം വിജയമാക്കുന്ന ആവശ്യം. നിങ്ങളെങ്ങനെ സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. ദരിദ്രരെയും പരദേശികളെയും ബുദ്ധിമുട്ട് ലഭിക്കുന്നവരെയും നിങ്ങൾ സഹായിക്കുന്നതായിരിക്കണം. തിരുവനന്തപുര ധ്യാനത്തിലും കുടുംബ പ്രാർത്ഥനയിൽ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കും. നിങ്ങൾ ഒരുമിച്ച് ക്രമമായി പള്ളി ആരാധനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. പണം, സമയം, കഴിവ് ഇവയെ നിങ്ങൾ ദൈവത്തിൻ്റെ കൃപവിചാരം മനസ്സിലാക്കി വരുമാനത്തിൻ്റെ ഒരംശ ബോധത്തിരിച്ച് ദാനധർമ്മത്തിനും സഭയുടെ സുവിശേഷമായിട്ട് ഉപയോഗിക്കണം. ദൈവങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ അവരെ ദൈവത്തിൽ നീതി സഭാസനക്കുക. ഇപ്രകാരം പ്രവൃത്തി കൊടുക്കുകയും അനുഭവിക്കുന്നു. ദൈവത്തിനാൽ നിങ്ങളെ സഹായിക്കുന്നു. എല്ലാവർക്കും ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചവരാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടി നിന്ന് സംബന്ധിച്ചിട്ടുള്ള എല്ലാവരെയും ദൈവമായ കർത്താവിനെ ഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവങ്ങളോട് നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ.